സോഴ്സ് ഓഫ് ഫണ്ട്സ് 3 സോഴ്സാണുള്ളത്. ലോങ് ടേം ഫണ്ട്സ്, മീഡിയം ടേം ഫണ്ട്സ് ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് തുടങ്ങിയവയാണ് ലോങ് ടേം ഫണ്ട്സ്. എന്നാൽ മീഡിയം ടേം ഫണ്ട്സ് ആണ് ഏതൊക്കെയാണ്? ഡിബഞ്ചേഴ്സ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ബാങ്ക് ലോൺ ആൻഡ് ഓവർഡ്രാഫ്റ്റ്. ഇവിടെ കൺഫ്യൂഷൻ വരാതിരിക്കുക. പ്രിഫറൻസ് ഷെയർസ് വരുന്നത് ലോങ് ടേം ഫണ്ട്സിലും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വരുന്നത് മീഡിയം ടേം ഫണ്ട്സിലുമാണ്. അടുത്തത് ഷോർട്ട് ടേം ഫണ്ട്സ്. അതിൽ വരുന്നതാണ് ട്രേഡ് ക്രെഡിറ്റ്, അഡ്വാൻസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് എക്സെട്ര. ഡിബഞ്ചേഴ്സും ഈ ലോങ് ടേം ഫണ്ടിലും മീഡിയം ടേം ഫണ്ടിലും വരുന്നുണ്ട്. അവിടെ ഈ മീഡിയം ടേം ഫണ്ടിൽ വരുന്ന ഡിബഞ്ചേഴ്സ് മിക്കവാറും റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആയിരിക്കാം. സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോറോവ്ഡ് ക്യാപിറ്റൽ. ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺഡ് ക്യാപിറ്റൽ എന്നും ബോറോവ്ഡ് ക്യാപിറ്റൽ എന്നും. ഓൺഡ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റീറ്റൈൻഡ് ഏണിങ്സ്. ബോറോവ്ഡ് ക്യാപിറ്റലിൽ വരുന്നതാണ് ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി എന്താണ് ഓൺഡ് ക്യാപിറ്റൽ? ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണേഴ്സ്. ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലായിരിക്കും ഓൺഡ് ക്യാപിറ്റൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇനിഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് റീഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇനിഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസും ഓൺഡ് ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഓൺഡ് ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു സോഴ്സ് ഓഫ് പെർമനൻറ്റ് ക്യാപിറ്റലാണ്. അതായത് ആ കൺസേൺ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഓൺഡ് ക്യാപിറ്റലും ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ കൺസേണിൽ നിലനിൽക്കുന്നു. ഇത് വലിയ റിസ്ക് ക്യാപിറ്റലായിരിക്കും. അതായത് ആ ഓണറിന് ലാർജ് പ്രോഫിറ്റ്, ആ ബിസിനസ്സിന് ലാർജ് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ആ ഓണറിന് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അതേസമയം ലോസ് ആണ് ആ കൺസേണിന് വരുന്നതെങ്കിൽ ആ ലോസ് ഫുള്ള് ആ ഓണർ ബിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അടുത്തത് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ആ ഓണറിൻ്റെ കയ്യിലായിരിക്കും. അടുത്തത് റെസിജ്വൽ പ്രോഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൺസേണിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓണേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. ഡിവിഡൻസ് ടു ദ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ഇഫ് ദെയർ ആർ പ്രോഫിറ്റ്സ്.